അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അൽകുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറബിക് ഗ്രാമറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറബിക് ഗ്രാമറിലെ അൽ ഇഅറാബു എന്നുള്ളതിലെ ഇഅറാബു തഖ്ദീരിയായ ഇഅറാബുകളിൽ നിന്ന് ആദ്യത്തെ രണ്ടെണ്ണമായ മങ്കൂസ് മക്സൂർ ഇസ്മുകൾ, മങ്കൂസും മക്സൂറുമായ ഇസ്മുകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമതായി മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട ഇസ്മാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നോക്കാം. അൽ ഇസ്മുൽ മുലാഫു ഇലാ യാ ഇൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട ചേർക്കപ്പെട്ട ഇസ്മ. അതിനുള്ള ഉദാഹരണം കിതാബി എൻ്റെ കിതാബ്, മക്തബത്തി എൻ്റെ ഓഫീസ്, സ്വദീഖി എൻ്റെ കൂട്ടുകാരൻ, കലമി എൻ്റെ പേന, അബി എൻ്റെ പിതാവ്, അഖി എൻ്റെ സഹോദരൻ. അപ്പോൾ എൻ്റെ എന്നുള്ളത് അർത്ഥം ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സംസാരിക്കുന്ന ആളിലേക്ക് ചേർത്തുകൊണ്ട് അങ്ങനെ ചേർക്കപ്പെട്ട ഇസ്മ. അപ്പോൾ ഇസ്മിനെ കുറിച്ച് അതിൻ്റെ ഇറാബാണ് നമ്മൾ പറയാനുള്ളത്. ഹുക്കുമുഹു തുഖദ്ദറുൽ ഹറക്കാത്തു സലാഫ്, അവിടെ 3 ഹർക്കത്തുകളും സങ്കല്പിക്കപ്പെടും. 3 ഹർക്കത്തുകൾ എന്ന് പറയുമ്പം ലമ്മത്ത്, ഫത്ഹത്ത്, കസറത്ത്, ഇത് 3ഉം സങ്കല്പിക്കപ്പെടും. അലാമ ഖബല യാ ഇൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിൻ്റെ യാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ മേലാണ് സങ്കല്പിക്കപ്പെടുന്നതിന്. അപ്പോൾ കിതാബി എന്നുള്ളതിൽ മുത്തക്കല്ലിമിൻ്റെ യാ ആണ് അവസാനമുള്ളത്, അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് ബാ എന്ന അക്ഷരമാണ്. ആ ബാഇൻ്റെ മേൽ മുഖദ്ദറത്ത് തഖ്ദീരിയായിട്ടായിരിക്കും ലമ്മത്ത്, ഫത്ഹത്ത്, കസ്റത്തെല്ലാം ഉണ്ടാകുന്നത്. റഫ്ഇൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ. ജസ്മ് ഇസ്മിലില്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചയില്ല. നമുക്ക് ഉദാഹരണമായി നോക്കാം. നെഹവു കെലിമത്തു അബി, അബി എന്നുള്ള പദം ഫിൽ ആയാത്തിൽ ആത്തിയ, താഴെ കൊടുത്തുള്ള ആയത്തുകളിൽ അബി എന്ന പദം. ഒന്നാമത്തെ ഉദാഹരണം ഖാല തആല ഹത്ത യഅ്ദന ലി അബി, ഇവിടെ അബി എന്നുള്ളത് യഅ്ദന എന്ന ഫീലിൻ്റെ ഫായിലാണ്. അവിടെ ശേഷം പറയുന്നുണ്ട് ഫായിലാകുമ്പോൾ മർഫു ആണ്. അബി ഫായിലുൻ മർഫു ആയ റഫ് ചെയ്യപ്പെട്ട ഫായിലാണ്, റഫ് ചെയ്യപ്പെട്ടതാകുന്നു, ഫായിലാകുന്നു. അലാമത്തു റഫ്ഇഹി, അതിൻ്റെ റഫിൻ്റെ അടയാളം അല്ലമ്മത്തുൽ മുഖദ്ദറത്തു അലാമ ഖബല യാ ഇൽ മുത്തക്കല്ലിം, മുത്തക്കല്ലിമിൻ്റെ യാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ മേൽ സങ്കല്പിക്കപ്പെട്ട ലമ്മത്ത് കൊണ്ടാണ് അതിന് റഫ് ലഭിക്കുന്നത്. മുനിയമിൻ ളുഹൂരിഹ, അതിന് വെളിവാകാനുള്ള പ്രയാസം ഇഷ്തിഗാലുൽ മഹല്ലി ബി ഹറക്കത്തിൽ മുനാസബത്തി, അവിടെ യോജിച്ച ഹറക്കത്ത് കൊണ്ട് മഹല്ല് ജോലിയായിട്ടുണ്ട്. ഓ യാ ഉൽ മുത്തക്കല്ലിം മുലാഫുൻ ഇലൈഹി, മുത്തക്കല്ലിമിൻ്റെ യാ മുലാഫുൻ ഇലൈഹി ആകുന്നു. മുത്തക്കല്ലിമിൻ്റെ യാ അവിടെ വന്നതുകൊണ്ട് മുത്തക്കല്ലിമിൻ്റെ യാഇനോട് യോജിച്ച ഹർക്കത്ത് അവിടെ കെസറാണ്. അപ്പോൾ ആ കെസറ് കൊണ്ട് മഹല്ല് ജോലിയായതുകൊണ്ട് ഇവിടെ ലമ്മത്ത് ഒഴിവാകാൻ പ്രയാസമാണ് എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം ഇന്ന അബി യദ്ഉക, എൻ്റെ പിതാവ് അങ്ങയെ വിളിക്കുന്നു. ഇവിടെ അബി എന്നുള്ളത് ഇന്നയുടെ ഇസ്മാണ്. നമുക്കറിയാം ഇന്നയുടെ ഇസ്മിന് ഇറാബ് നസ്ബാണ്. അതാണ് ശേഷം പറയുന്നത് ഇസ്മു ഇന്ന മൻസൂബുമാകുന്നു. അലാമത്തു നസ്ബി, അവിടെ നസ്ബിൻ്റെ അടയാളം അൽ ഫത്ഹത്തുൽ മുഖദ്ദറത്തു അലാമ ഖബല യാ ഇൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിൻ്റെ യാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് മേൽ സങ്കല്പിക്കപ്പെട്ട ഫത്ഹത്താവുന്നു. മുനിയമിൻ ളുഹൂരിയ ഇഷ്തിഗാലുൽ മഹല്ലി ബി ഹർക്കത്തിൽ മുനാസബത്തി, നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെ അവിടെ യോജിച്ച ഹർക്കത്ത്, ആ ഹർക്കത്ത് കൊണ്ട് മഹല്ല് ജോലിയായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വെളിവാകാൻ പ്രയാസം. മുത്തക്കല്ലിമിൻ്റെ യാ അവിടെ മുലാഫുൻ ഇലൈഹി ആകുന്നു. മൂന്നാമത്തെ ഉദാഹരണം ഖാല തആല വഗ്ഫിർ ലി അബി, അവിടെ അബി എന്നുള്ളത് ലാമ് ജറിൻ്റെ അക്ഷരം വന്നതുകൊണ്ട് തന്നെ അബി എന്നുള്ളത് മജ്റൂറായ ഇസ്മാണ്, ലാമ് കൊണ്ട് മജ്റൂറാണ്. അവിടെ ജറിൻ്റെ അടയാളം മുത്തക്കല്ലിമിൻ്റെ യാഇൻ്റെ മുമ്പുള്ള അക്ഷരത്തിൽ ബാഇൻ്റെ മേൽ മുഖദ്ദറത്തായ കസ്റത്ത് കൊണ്ടാണ് അവിടെ ജർ ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയും യോജിച്ച ഹറക്കത്ത് കൊണ്ട് അവിടെ മഹല്ല് ജോലിയായിട്ടുണ്ട്. മുത്തക്കല്ലിമിൻ്റെ യാ ഇളാഫത്ത് ചെയ്യപ്പെട്ടതാകുന്നു. അപ്പോൾ മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട ഇസ്മ 3 അവസ്ഥയിൽ, റഫിൻ്റെ അവസരത്തിലും നസ്ബിൻ്റെ അവസരത്തിലും ജറിൻ്റെ അവസരത്തിലുമെല്ലാം അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ മേൽ തഖ്ദീരിയായി സങ്കല്പിക്കപ്പെടുന്ന നിലയ്ക്കാണ് അതിൻ്റെ ഇഅ്റാബ് വരുന്നത്. ഇനി നമുക്ക് നാലാമതായി അൽ ഫിഅലുൽ മുളാരിഉ അൽ മുഅ്തല്ലുൽ ആഖിറു ബിൽ അലിഫി, മുളാരിയായ ഫീല് അലിഫ് കൊണ്ട് അവസാനം മുഅ്തല്ലായ മുളാരിയായ ഫീലുകളുണ്ട്. അതിൻ്റെ ഇഅ്റാബ് എങ്ങനെ, അതിൻ്റെ ഹുക്കം എങ്ങനെ നമുക്ക് നോക്കാം. ഉദാഹരണം യസ്അ, യറുല്ലാ, യൻഹ, യതസക്ക, യതറബ്ബ എന്നൊക്കെ പറയും പോലെ അതിൻ്റെ അവസാനത്തിലൊക്കെ അലിഫാണല്ലോ. നമ്മൾ നേരത്തെ ഇസ്മിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇസ്മിൻ്റെ അവസാനം ഫത്തുഹും അതിൻ്റെ മുമ്പ് അവസാനം അലിഫും അതിൻ്റെ മുമ്പ് ഫത്തുഹും വരുന്ന ഇസ്മുകൾ മക്സൂറായ ഇസ്മുകളാണ്. അതിൻ്റെ ഇറാബ് നമ്മൾ പറഞ്ഞു. അതുപോലെ അവസാനം യാവും അതിന് മുമ്പ് കസ്റും വരുന്ന ഇസ്മുകളുണ്ട്.
അതിനെക്കുറിച്ച് മൻകൂസ് എന്നാണ് പറയുക. മൻകൂസായ ഇസ്മുകൾ അതിൻ്റെ ഇറാബ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി അവസാനം വാവും അതിൻ്റെ മുമ്പ് ലമ്മും വരുന്ന ഇസ്മ വളരെ അപൂർവമാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയാതിരുന്നത്. ഇവിടെ ഫീല് അവസാനം അലിഫ് വരുന്ന ഫീല്, ഇനി അവസാനം യാവും അതല്ലെങ്കിൽ അവസാനം വാവ് വരുന്ന ഫീലുകൾ അടുത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവസാനം അലിഫ് വരുന്ന മുളാരിയായ ഫീലുകൾ അതിൻ്റെ ഹുക്കും നമുക്ക് നോക്കാം. തുഖദ്ദറു അലയ്യ ലമ്മത്തു വൽ ഫത്ഹത്തു, ഇവിടെ ലമ്മത്തും ഫത്ഹത്തും സങ്കല്പിക്കപ്പെടും. വയംനഉ മിൻ ളുഹൂരിഹിമാ തഅദ്ദുറു, അത് രണ്ടും വെളിവാകാൻ പ്രയാസമുള്ളതുകൊണ്ട്. അതുപോലെ തർല എന്നുള്ളത് ഫീൽ ശേഷമുള്ള ആയത്തുകളിൽ നമുക്ക് നോക്കാം. ഒന്നാമതായി ഖാല തആല ലഅല്ലക തർല, ലഅല്ലക തർല. ഇവിടെ തർല എന്നുള്ളത് മുളാരിയായ ഫീലാണ്, മാത്രമല്ല അത് മർഫുവാണ്. കാരണം എന്താ? തജറുദി മിനൻ നാസിബി വൽ ജാസിമി, നാസിബിൽ നിന്നും ജാസിമിൽ നിന്നും, അതായത് നെസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ അതല്ലെങ്കിൽ ജസ്മ ചെയ്യുന്ന അക്ഷരങ്ങളൊന്നുമില്ല, അതിനെ തൊട്ടൊക്കെ തനിച്ചിട്ടുണ്ട്. അങ്ങനെ തനിക്കുന്ന സമയത്ത് മുളാരിയായ ഫീൽ റഫ് ചെയ്യുമെന്നാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ റഫിൻ്റെ അടയാളം അലാമത്തു റഫിഹി അല്ലമ്മത്തുൽ മുഖദ്ദറത്തു വല ആഖിരി, അതിൻ്റെ അവസാനത്തിൽ സങ്കല്പിക്കപ്പെടുന്ന ലമ്മത്ത് കൊണ്ടാണ് റഫ് ഉള്ളത്. ഇവിടെ മുനീമിൻ ളുഹൂരി അത്തഅദ്ദുർ. അതുപോലെ വലൻ തർലോ അങ്കൽ യഹൂദു വലൻ നസ്വാറ, ഇവിടെ ലൻ എന്നുള്ളത് നാസിബാണ്, നസ്ബി എന്ന അക്ഷരമാണ്. അപ്പോൾ ഇവിടെ തർല എന്നുള്ളത് ഫീലുൻ മുളാരിയുൻ മൻസൂബും മിലൻ, മുളാരിയായ ഫീലാണ്, ലന്നു കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതുമാണ് ഇതെന്നുള്ളത്. ഇവിടെ നസ്ബിൻ്റെ അടയാളം ഇവിടെ അലാമത്ത് നസ്ബിഹി അൽ ഫത്ഹത്തുൽ മുഖദ്ദറ അല ആഖിരി, അതിൻ്റെ അവസാനത്തിൽ സങ്കല്പിക്കപ്പെടുന്ന ഫത്ഹത്ത് കൊണ്ടാണ് ഇവിടെ നസ്ബ്. അപ്പോൾ ഇവിടെ അവസാനം അലിഫ് വരുന്ന മുളാരി ആയ ഫീൽ, ഇതിൽ നമ്മൾ റഫും നസ്ബും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ജസ്മ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജസ്മ് അതിൻ്റെ അവസാനത്തിൽ കളയൽ കൊണ്ടാണ്. തർല എന്നുള്ള ഫീൽ തന്നെ അതിൻ്റെ മുമ്പ് ജസ്മിൻ്റെ അക്ഷരമായ ലം കടന്നു വന്നു. അപ്പം ലം തർല എന്നാണ് പറയുക. അവസാനം അതിനെ കളഞ്ഞുകൊണ്ടാണ് ഇവിടെ ജസ്മ് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി അഞ്ചാമതായി അൽ ഫിഉലുൽ മുളാരിഉൽ മുഅത്തല്ലുൽ ആഖിറു ബിൽ വാവി അബിൽ യായി, യാ കൊണ്ടോ അതല്ലെങ്കിൽ വാവ് കൊണ്ടോ അവസാനം മുഅത്തല്ലായ മുളാരിയായ ഫീൽ. നേരത്തെ അലിഫ് അവസാനം വരുന്ന മുളാരിയായ ഫീൽ നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് വാവോ യാവോ അവസാനത്തിൽ വന്ന മുളാരിയായ ഫീലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുള്ള ഉദാഹരണം യദ്ഉ, യത്ലു, യർജു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം വാവാണല്ലോ. ഇനി യാ വന്നതിന് യഹ്ദി, യുഗ്നി, യുഅ്തി എന്നൊക്കെ പറയാം. ഇവിടെ ഈ അവസാനം വാവോ യാ വന്ന മുളാരിയായ ഫീല് തുഖദ്ദറു അലൈഹി ലമ്മത്തു, അതിനുവേണ്ടി ലമ്മത്ത് സങ്കല്പിക്കപ്പെടും. വയംനഉ മിൻ ളുഹൂരിഹി അസ്സഖൽ, അത് വെളിവാകാൻ അതിന് ഭാരമുണ്ടായത് കൊണ്ട്, തടസ്സമുണ്ട്. വതദ്ഹറു അലൈഹി ഫത്ഹത്തു ലിഖഫത്തിഹ, എന്ന ഫത്ഹത്ത് അതിൻ്റെ മേലിൽ വെളിവാകുന്നതാണ്. അപ്പോൾ ഫത്ഹത്ത് ലാഹിറായി തന്നെ ഈ അവസാനം വാവോ യാ വരുന്ന മുളാരിയായ ഫീൽ ഫത്ഹത്ത് ലാഹിറായിരിക്കും. പക്ഷേ ലമ്മത്ത് റഫ്ഇൻ്റെ അവസരത്തിൽ അത് തഖ്ദീറിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് നോക്കാം. യഅഫു, തുഗ്നി എന്ന രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ശേഷം വരുന്ന ആയത്തുകളിൽ. ഒന്നാമത്തെ ആയത്ത് ഖാല തആല വയഅഫു അനിസ് സയ്യിആത്തി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നാസിബും ഇല്ല ജാസിമും ഇല്ല, അത് തനിച്ചത് കൊണ്ട് തന്നെ മുളാരിയായ ഫീൽ റഫ് ആണ്. യഅഫു എന്നുള്ളത് ഫീലുൻ മുളാരിയുൻ, മുളാരിയായ ഫീലാകുന്നു, മർഫൂവുമാകുന്നു. ലി തജറുദിഹി മിനൻ നാസിബി വൽ ജാസിമി, നാസിബിൽ നിന്നും ജാസിമിൽ നിന്നും തനിച്ചത് കൊണ്ട്. ഇവിടെ റഫ്ഇൻ്റെ അടയാളം അലാമത്തു റഫ്ഇഹി അല്ലമ്മത്തുൽ മുഖദ്ദറത്തു അലാ ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൽ സങ്കല്പിക്കപ്പെടുന്ന ലമ്മത്ത് കൊണ്ടാണ് ഇവിടെ റഫ് ഉള്ളത്. മുനിഅമിൻ ളുഹൂരി അസ്സഖൽ, ഇവിടെ സിഖൽ ഭാരമുണ്ടായത് കൊണ്ടാണ് അവിടെ തടസ്സം. രണ്ടാമത്തെ ആയത്ത് അസല്ലാഹു അൻ യഅഫു അൻഹും, അൻ എന്നുള്ളത് നാസിബാണ്, നസ്ബി എന്ന അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ യഅഫു എന്നുള്ളത് മൻസൂബാണ്. അവിടെ ഫീലുൻ മുളാരിയൻ മൻസൂബൻ ബി അൻ, അവിടെ വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തുൽ ലാഹിറത്തു അലാ ആഖിരി, അതിൻ്റെ അവസാനത്തിൽ ലാഹിറത്തായ ഫത്ഹത്ത് കൊണ്ട് തന്നെയാണ് നസ്ബ്. ഇനി അവസാനം യാ വരുന്ന ഫീൽ ലാ തുഗ്നി ഷഫാഅത്തും, ഇവിടെ തുഗ്നി എന്നുള്ളത് ഫീലും മുളാരിയും മർഫുവാണ്. ഇവിടെയും നാസിബിനെ തൊട്ടും ജാസിബിനെ തൊട്ടും തനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെയും മർഫു ആണ്. ഇവിടുത്തെ അലാമത്തു റഫ്, ഇവിടുത്തെ റഫിൻ്റെ അടയാളം അല്ലമ്മത്തുൽ മുഖദ്ദറത്തു അലാ ആഖിരി, അവസാനത്തിൽ സങ്കല്പിക്കപ്പെടുന്ന ലമ്മത്ത് കൊണ്ടാണ്. ഇവിടെയും മുനിഅമിൻ ളുഹൂരി അസ്സഖൽ, തടസ്സം അത് ഭാരമാവുക എന്നുള്ളതാണ്. ഇവിടെ അടുത്ത നാലാമതായ ഉദാഹരണം ലൻ തുഗ്നിയ അൻഹും അംവാലും, അവസാനം യാ വന്ന ഫീലാണ്. പക്ഷേ അവിടെ ലൻ എന്നുള്ള നിസ്ബിൻ്റെ അക്ഷരം വന്നു, അതുകൊണ്ടത് ശേഷം വരുന്നത് ഫീൽ മുളാരി മൻസൂബാണ്. അവിടെ നസ്ബ് ലാഹിറത്തായ ഫത്ഹത്ത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ജസ്മിൻ്റെ വിഷയം പറഞ്ഞിട്ടില്ല, ഇതിലും ജസ്മ് അവസാനത്തിൽ കളയൽ കൊണ്ടാണ്. അപ്പം മൊത്തത്തിൽ പറയുമ്പോൾ
അവസാനം അലിഫോ അല്ലെങ്കിൽ വാവോ യാഓ വരുന്ന ഏത് ഫീലുകളാണെങ്കിലും അതിലുള്ള ജസ്മ് വരുന്നത് അതിൻ്റെ അവസാനത്തിന് കളയൽ കൊണ്ടാകുന്നു. അതുകൂടി ഇതിനും കൂടെ മനസ്സിലാക്കണം. ഈ ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്കൊന്നുകൂടി കാര്യം വ്യക്തമാകും. കുല്ലു ഫീലിൻ ആഹിറുഹു, എല്ലാ മുളാരിയായ ഫീലും ആഹിറുഹു അലിഫുൻ, അതിൻ്റെ അവസാനം അലിഫ് വന്നിട്ടുണ്ട്. മഫ്തുഹും ആ ഖബലു, അതിൻ്റെ മുമ്പ് ഫത്തുഹും. അപ്പോൾ അവസാനം അലിഫും അതിന് മുമ്പ് ഫത്തുഹും വന്ന ഫീല് യസ് ആ പോലെയുള്ള ഫീലുകൾ അർ റഫ്ഉ വൻ നസ്ബു ഫിൽ മുഖദ്ദറത്തിൽ, അതിൽ റഫ്ഉം നസ്ബും മുഖദ്ദറത്തായിരിക്കും അതിൽ വരുന്നത്. ഇനി അവസാനം വാവ് അതിൻ്റെ മുമ്പ് ലൊമ്മ വരുന്ന യദുഉ പോലെയുള്ള ഫീലുകൾ അവിടെ റഫ് തഖ്ദീറിലാണ്, സങ്കല്പനത്തിലാണെങ്കിലും അതേസമയത്ത് നസ്ബ് ലോഹിറായിരിക്കും. ഇനി അവസാനം യാ അതിൻ്റെ മുമ്പ് കസ്ർ വരുന്ന യർമി പോലെയുള്ള ഫീലുകൾ അവിടെ റഫ് മുഖദ്ദറത്തിലാണ്, നസ്ബ് ലോഹിറിലുമാണ്. ഈ ചാർട്ട് നോക്കി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കാം. വൽ ജസ്മു ഫി ആദി സലാസതി ബി അലിഫി ആഖിരി, മൂന്നെണ്ണത്തിലും അവസാനം അലിഫോ വാവോ യാഓ വരുന്ന ഫീലുകളിൽ ജസ്മ് വരുന്നത് അവസാനത്തിന് കളയിൽ കൊണ്ടുമാകുന്നു.